എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു വീഡിയോ ആണ്. പിന്നെയും ഒരു ലഞ്ച് മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ തേങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂറിൻ്റെ പോലും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ചമ്മന്തി എന്നുള്ളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. അത്രയും ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചോറ് വെക്കണം. പിന്നെ 4 മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങാനായിട്ട് ഇട്ട് വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോകാതെ ഇരിക്കും പുഴുങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു ബീട്രൂട്ട് റൈത്ത തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ചെറിയ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗ്രേറ്ററിലാണിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുകും 3 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ബീട്രൂട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു മധുരം വേണം, എന്നാൽ ചെറിയൊരു ക്രഞ്ചിനെസ്സും കൂടെ വേണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. കായം കൂടി ചേർത്ത് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമുക്കൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഇരുന്ന് തണുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടിയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈത്തയാണ്. നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഞാൻ ഉപ്പും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കറി എന്ത് പെട്ടെന്നാണ് നോക്കി റെഡിയായത്. അപ്പോൾ ഈ കറി റെഡിയാക്കുന്നതിന് മുന്നേ റെഡിയാക്കേണ്ട കറിയാണ് ഞാൻ ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടാമത് വേണം നിങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ചമ്മന്തിയുടെ റെസിപ്പി കാണാം. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. അതിനായിട്ട് നമുക്കൊരു 250 ഗ്രാം കോവയ്ക്ക വേണം. 6 പച്ചമുളക് വേണം. 4 വെളുത്തുള്ളി അല്ലി വേണം. ഇതുകൂടാതെ ഒരു പകുതി നാരങ്ങയുടെ വലുപ്പത്തിന് പിഴിപുളി കൂടി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ എളുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പിഴിപുളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കിട്ടിയാൽ മതി നമ്മുടെ കോവയ്ക്കയുടെയൊക്കെ. അപ്പോൾ കോവയ്ക്കൊക്കെ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതും നല്ലപോലെ തണുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇത് തണുക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ബാക്കി കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു നമ്മൾ ചമ്മന്തിക്ക് അരക്കുന്നതാണൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നല്ല എരിയായിട്ടും നല്ല പുളിയായിട്ടുമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും എരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് വറുത്ത് താളിച്ച് ചേർക്കാനായിട്ട് നമുക്ക് ചെറിയൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും 1 ടീസ്പൂൺ കടലപ്പരിപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം തന്നെ 1 പിടി കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കായവും കൂടി ചേർത്ത് കൊടുക്കാം. കായം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ കടുക് വറുത്തതും കൂടെ നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. മല്ലിയില ഓപ്ഷണലാണ്. കടുക് വറുത്ത് താളിച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കി കറികളുടെയൊക്കെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് മതി ഇത് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 2 കറികളിലൂടെ വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പിടി അച്ചിങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അതിനായിട്ട് അച്ചിങ്ങയും സവാളയുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി വേണം. ഇനി നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങയും സവാളയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഏറ്റവും ചെറിയ തീയിൽ അപ്പം തന്നെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടും. നമ്മൾ ഇടയ്ക്ക് തുറന്നു നോക്കേണ്ട പോലും ആവശ്യമില്ല. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചെറിയൊരു ഹോളുള്ള അടപ്പ് വെച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറിയും കൊണ്ട് ഉണ്ടാക്കാനേ ബാക്കിയുള്ളൂ. അതിനായിട്ട് നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പുഴുങ്ങാനിട്ട മുട്ട തൊലി കളഞ്ഞ് വരഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം മുതലേ ഫ്ലെയിം ഏറ്റവും കുറച്ച് വേണം വെക്കാനായിട്ട്. നമ്മുടെ എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണയുടെ ചൂടിൽ പൊടി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നമ്മുടെ മുട്ടയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എല്ലാം ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മുട്ടയുടെ മുകൾ ഭാഗമൊക്കെ ഇതാ ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വരഞ്ഞ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി 3 കറികൾ കൂട്ടി ചോറ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ്. വെറുതെ പറയുന്നതല്ല, നമുക്ക് തേങ്ങയൊന്നും ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഊണാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് മടിക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.